ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ 2 ദിവസം, അതായത് നാളെയും മറ്റന്നൊക്കെ ആയിട്ട് നമ്മുടെ സാന്ത്വനം 2 വരുന്ന പുതിയ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം തന്നെ പറയല്ലേ, ശുഭരാത്രിയാണോ ദിനമാണോ. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടു നിർത്തുന്ന ഏകദേശ സീനെന്ന് പറയുന്നത്, നമ്മുടെ മുത്തശ്ശി ഇന്ദിരാമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ അനുശ്രീ നമ്മുടെ ഗോമതി ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തോട്ട് ചെല്ലുകയാണ്. ആ ചെല്ലുന്ന സമയത്ത് അമ്മയെന്ന് വിളിക്കുമ്പോൾ ഗോമതി തിരിഞ്ഞ് നോക്കി പെട്ടെന്ന് അനു എന്നുള്ള രീതി വരെ പെട്ടെന്നാണ് ആ മൈൻഡ് അങ്ങ് മാറുന്നത്. മൈൻഡ് അങ്ങോട്ട് മാറി അനുവിനോടുള്ള ആ ദേഷ്യവും ആ ഒരു എന്താ പറയണ ഒരു വല്ലാത്തൊരു വെറുപ്പ് സ്വന്തം അമ്മയായ ഗോമതിക്ക് തോന്നണം അനുവിനോട്. വേറൊന്നുമില്ല, ഒരു അക്ഷരം മിണ്ടുന്നതിന് മുന്നേ തന്നെ അടുത്തിരുന്ന ബക്കറ്റിലെ വെള്ളം എടുത്ത് നമ്മുടെ അനുശ്രീയുടെ ദേഹത്തോട്ട് ഒഴിക്കുകയാണ്. ഈ ഒരു സീന് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ആ സീനൊക്കെ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിലാണ് കയറി വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്ന കുറച്ച് സീൻസും കൂടെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അനുശ്രീയുടെ ദേഹത്തോട്ട് വെള്ളം ഒഴിക്കണത് ഇന്ദിരാമ്മ ഓടി വരും കേട്ടോ. എന്ത് പണിയാ ഗോമതി നീ ഈ കാണിച്ചത്? അപ്പോഴേക്കും അനുശ്രീക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി. എന്നെ എന്തിനാ അമ്മയെന്ന് വിളിക്കുന്നത്? ഇവക്ക് എന്ത് യോഗ്യത ഇരിക്കണോ അമ്മയെന്ന് വിളിക്കാനായിട്ട്? എന്നെയും എൻ്റെ ബാലേട്ടനെയും എൻ്റെ മക്കളെയൊക്കെ നാണം കെടുത്തി അവൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് വീണ്ടും അവൾ വന്നിരിക്കുന്നു. നാണം ഉണ്ടോടി നിനക്ക്? അപ്പോൾ ഇന്ദിരാമ്മ പറയുന്നുണ്ട്, ഗോമതി നീ ഈ കടമ്പ കഴിഞ്ഞ് വന്ന ആൾ തന്നെയാണ്. അമ്മ മിണ്ടണ്ട, അമ്മ ഈ കാര്യത്തിലൊന്നും പറയണ്ട. എവൾ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും പൊറുക്കില്ല, എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു. എടി നീ കാരണം ഇന്ന് എൻ്റെ മക്കളും എൻ്റെ ബാലേട്ടനും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിനക്ക് അറിയാവൂടി? നിന്നെ കല്യാണം കഴിക്കാനിരുന്ന ആ ജീവനും ജീവൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിട്ട് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചേക്കുന്നത്. ഞങ്ങൾ എന്ത് വിറ്റുപിറക്കിയടി കൊടുക്കേണ്ടത്? ഈ ദേവമംഗലം വിറ്റുപിറക്കി കൊടുക്കണോ? അത് കേട്ടത് നമ്മുടെ അനുവിൻ്റെ കണ്ണും നെഞ്ചൊക്കെ തള്ളിപ്പോണ്. കാരണം എന്ന് വെച്ചാൽ മീൻസ് ഇത്രയും വലിയൊരു അടി ജീവൻ്റെ ഫാമിലിയിൽ നിന്നോ? അവർക്ക് എന്ത് നല്ല ഫാമിലി ആയിരുന്നു. ഒരിക്കലും അനുമോൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. 1 കോടി രൂപ കോമ്പൻസേഷനായിട്ട് ചോദിക്കുന്നോ? ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല. അനു അന്താളിപ്പോട് നിൽക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഗോമതി പറഞ്ഞു, നീ കാരണം ഇത്രയെങ്കിലും ഞങ്ങൾക്ക് തന്നല്ലോ, മതിയടി മതിയെന്ന് പറഞ്ഞിട്ട് ഗോമതി കരഞ്ഞുകൊണ്ട് അകത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ അനുശ്രീ ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയാണ്. മുത്തശ്ശി എന്തൊക്കെ ഈ കേൾക്കണം. അപ്പം മുത്തശ്ശി അപ്പോഴാണ് ഈ സംഭവം അറിയണത്. ഇങ്ങനെ ജീവൻ്റെ ഫാമിലിയൊക്കെ വന്ന് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നുള്ളത് ചോദിച്ചു എന്നൊക്കെ. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കട്ടെ. അനുശ്രീക്ക് എന്ത് ചെയ്യണം എന്ന് കൂടി അറിയില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ സമയത്ത് രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ അലോക് പതുക്കെ അനുവിനിട്ട് 8ൻ്റെ പണി കൊടുക്കണം. അത് വേറൊന്നുമല്ല, അതായത് ഞാൻ എന്തിനാണ് നിലത്ത് കിടക്കണത്? എന്തായാലും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, എനിക്ക് എന്തുകൊണ്ട് നിൻ്റെ കൂടെ കട്ടിലിൽ കയറി കിടന്നുകൂടാ എന്നിങ്ങനെ ചോദിക്കണം. നീ കുറേ കിടക്കും എന്ന് അനുശ്രീ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് പറഞ്ഞു, അതെന്തേ കുഴപ്പം? അല്ലെങ്കിൽ നീ ഇങ്ങ് വാ, എൻ്റെ അടുത്ത് കിടക്ക്. എന്തായാലും നമ്മുടെ ആദ്യ രാത്രി ഒന്നും നല്ല രീതിയിലൊന്നും നമ്മൾ ആഘോഷിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് അതൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചാലോ? പിന്നെന്താ, ആഘോഷിക്കാമല്ലോ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ കളിക്കണേ അലോകെന്ന് അനുശ്രീ പറയണം. അവസാനം അലോക് എന്ത് ചെയ്യും, നേരെ അനുശ്രീയുടെ കട്ടിലിൽ കയറി അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അനുശ്രീനെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കാനായിട്ട് പറഞ്ഞതും അനുശ്രീ ഒരു ചെറിയ ഈ ത്രെഡ് പോലത്തെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ടോ, അനു അതെടുത്തിട്ട് ഈ അലോകിനെ തട്ടി കട്ടിലിട്ടിട്ട് അത് കഴുത്തിൽ അങ്ങോട്ട് ചുറ്റി മുറുകും കേട്ടോ. എന്നിട്ട് അലോകിൻ്റെ അടുത്ത് കട്ടിലിൽ കയറി ഇരുന്നിട്ട് അലോകിനെ പിടിച്ച് കമത്തി ഇങ്ങനെ കിടത്തിയിടും, മലർത്തി കിടത്തിയിടും. എന്നിട്ട് ഈ ചരട് അങ്ങോട്ട് മുറുക്കി പിടിച്ചിട്ട് പറയും, എന്തേ ഈ ചരട് ഞാനൊന്നുകൊണ്ട് മുറുക്കിയുണ്ടല്ലോ, നീ പിന്നെ കിടക്കണത് എവിടെ ഇരിക്കും എന്നറിയാവോ എന്ന് പറഞ്ഞിട്ട് അലോകിനെ അങ്ങോട്ട് പേടിപ്പിക്കണം. നീ പല നമ്പറും ഇതിൻ്റെ അപ്പുറത്തെ നമ്പറൊക്കെ നീ കാണിക്കുമായിരിക്കും, പക്ഷേ അനുശ്രീയുടെ അടുത്ത് ഇതൊന്നും മുതലാവില്ല അലോകെ എന്ന് പറഞ്ഞു. എന്നിട്ട് അലോകിനെ നന്നായിട്ട് വേദനിച്ചു. കാരണം ഈ ചരടല്ലേ, അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അനു പിടിച്ചത്. എന്നിട്ട് അനു നേരെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അലോകിനെ പിടിച്ച് അവിടെ തള്ളിയിട്ടിട്ട് റൂമിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ ആ റൂമും കൂടെ പൂട്ടിക്കൊണ്ടങ്ങ് പോവാണ്. അലോക് കുറേ നേരം കിടന്ന് റൂമിൽ തട്ടും, ആര് കേൾക്കാനാ? അവസാനം അനു ചെന്ന് നേരെ സെറ്റിൽ കിടന്നുറങ്ങും. അങ്ങനെ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് അച്യുതനും രാജശ്രീയൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അലോകിൻ്റെ റൂമിൽ അലോക് കിടന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്യുതൻ ചെന്നിട്ട് ചോദിക്കുക, അല്ല നീ ഇതെന്താ ഇവിടെ കിടന്ന് ഡോറ് തട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇതെന്താ പൂട്ടിയിരിക്കുകയാണോ? അവളെ പണിയാച്ചാ, അനുശ്രീയുടെ പണി, അവളെ എനിക്ക് 8ൻ്റെ പണിയാണ് തന്നുകൊണ്ടിരിക്കുന്നത്, അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അലോക് കുറേ ഇതിങ്ങനെ പറയണം. അപ്പോൾ അച്യുതൻ പറഞ്ഞു, 8ൻ്റെ പണി അവളെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ട് നിനക്കല്ലേടാ, അവളെ കയ്യിൽ നിന്ന് നിനക്കല്ലേടാ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലാണ്ട് മണ്ടനായ നിന്നെക്കൊണ്ട് അവളുടെ ഒരു മുടിനാര ഇളക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ പറയണം കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അച്യുതൻ അലോകിനുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അതായത് വേറൊന്നുമല്ല, അലോക് പറഞ്ഞത് വെച്ചിട്ട് അച്യുതൻ ചോദിക്കുന്നുണ്ട്, അവൾ സ്വന്തമായിട്ടാണ് ആ താലി എടുത്ത് കഴുത്തി കെട്ടിയെന്ന് പറയുന്നുണ്ട്, നമ്മുടെ കൃഷ്ണമംഗലം കുടുംബത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ചില ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തെന്ന് അലോക് ചോദിക്കുമ്പോൾ അച്യുതൻ പറയും, അതായത് ഏട്ടൻ ഒരു അമേരിക്കക്കാരുടെ കല്യാണം പറഞ്ഞല്ലോ, അവളെയാണ് നീ കെട്ടുന്നെങ്കിൽ കോടാനുകോടികൾ നിൻ്റെ കയ്യിൽ വന്നു ചേരും, നിന്നെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ദിവസത്തിനകത്ത് നിനക്ക് എന്തെങ്കിലും കളി കളിച്ച് അനുശ്രീനെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ കല്യാണം നടക്കും. അപ്പോൾ അലോക് ചോദിക്കും, അതെങ്ങനെയാണ് അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയണേ? എടാ, അടുത്ത മാസം അവരിവിടെ നാട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയം നീ അവളെ അനുശ്രീനെ ഇവിടെ നിന്ന് നിന്നെ സഹിക്കാൻ പറ്റാണ്ട് അവൾ ഇവിടെ നിന്ന് ദേവമംഗലത്തിലോട്ട് ഓടണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും. കാരണം അനന്തേട്ടന് ഈ നമ്മുടെ അനന്തേട്ടൻ ഒരിക്കലും ഈ അമേരിക്കക്കാരോട് നിൻ്റെ കല്യാണം നടന്നു എന്നോ അങ്ങനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും റീസണിൽ അനുശ്രീ പോവുകയാണെങ്കിൽ പിന്നെ ഈ കാര്യം ആരും അറിയില്ല. നിയമപരമായിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടും സുഖമായിട്ട് നമുക്ക് വേറൊരു ബന്ധം പോവാം, നിനക്ക് വേറെ ഒരു ദോഷവും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഉടനടി തന്നെ അനുശ്രീയുടെ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് പറയണം. ഇതേ സമയം നമ്മുടെ മീനാക്ഷി നമ്മുടെ ബാലച്ചന് വേണ്ടിയിട്ട് നമ്മുടെ മീനാക്ഷി ഓഫീസിൽ പോകുന്ന ടൈമിൽ PF വഴി എത്ര രൂപ ലോണ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. കാരണം ആകാശിനും മീനാക്ഷിക്കും എത്രത്തോളം പൈസ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പൈസ കൊടുത്ത് ബാലച്ചനെ സംരക്ഷിക്കണം എന്നുള്ള. കാരണം ആ വീട് നഷ്ടപ്പെടരുത്. കാരണം ബാലച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിയർപ്പാണ് ദേവമംഗലം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാൻ എത്രത്തോളം ശ്രമിക്കാൻ പറ്റും അത് മീന് നോക്കേണ്ട. അങ്ങനെ PF വഴി ലോണിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അത് ഒരു 20 ലക്ഷം രൂപയോളം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അത്രയും കൊണ്ട് ഒന്നും ആവില്ല, എന്നാലും എത്തുന്നിടത്തോളം ആവട്ടെ. അങ്ങനെ ലോണിൻ്റെ പേർപ്പസും കാര്യങ്ങളൊക്കെ മീനു റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഒരു 4-5 ദിവസത്തിനകത്ത് തന്നെ പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം ആകാശിനെ വിളിച്ച് മീനു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം മീനു ജോലി കഴിഞ്ഞ് വന്ന ശേഷം മിത്രയും മീനുവും കൂടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ബാലച്ചൻ എങ്ങനെയാണെങ്കിലും അവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ എന്ത് വഴി ഉപയോഗിച്ചിട്ടാണെങ്കിലും ആ പൈസ ജീവൻ്റെ കുടുംബത്തിന് കൊടുക്കും. പക്ഷെ അത് അവരെ പോലെയുള്ള ഒരു ഇത്രയും ആർത്തി പിടിച്ചൊരു കുടുംബത്തിന് അത് കിട്ടരുത് മീനു ചേച്ചിയെന്ന് നമ്മുടെ മിത്ര പറയാം. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത്, അനുശ്രീനെ കല്യാണം കഴിക്കാൻ വന്ന സമയത്ത് എന്തായിരുന്നു ആ ഫാമിലി, ഞങ്ങൾക്ക് സ്ത്രീധനമായിട്ട് 1 രൂപ പോലും വേണ്ട. അപ്പം മിത്ര പറഞ്ഞു, പക്ഷെ ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇപ്പം ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, അവർ ഡയറക്റ്റ് ആർത്തിയോടെ രീതിയിൽ സ്ത്രീധനം ചോദിച്ചിട്ടില്ല. പക്ഷേ അവരുടെ സംസാരം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം നിങ്ങൾ എന്ത് കൊടുത്താലും അത് നിങ്ങളുടെ മകളുടെ പേരിന് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ പിന്നെ മറ്റാർക്കും അതിലൊരു സംശയവും വരത്തില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ മീനു പറഞ്ഞു ശരിയാണ്. എന്നിട്ട് മീനും ഇത്രയും കൂടെ പറയും, എന്നാൽ ജീവനെ സംബന്ധിച്ച് ആകാശേട്ടനും അതുപോലെ ആര്യനൊക്കെ പോയിട്ട് മീനാക്ഷി പറഞ്ഞു, ആ ജീവനെ പോയി കണ്ടിട്ട് ജീവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ഒരു കണക്കിന് നമ്മുടെ അനുശ്രീ ആ വീട്ടിൽ പോകാതിരുന്നത് നന്നായി. കാരണം അനുശ്രീക്ക് നമ്മൾ എന്ത് കൊടുത്തിരുന്നാലും അവരതൊക്കെ കൈവശപ്പെടുത്തും. എന്നിട്ട് വീണ്ടും പണത്തിന് വേണ്ടി അവിടെ ഇട്ട് പീഡിപ്പിക്കും. അവൾ പാവം നമ്മളോടുള്ള നമുക്ക് വിഷമം വരണ്ട എന്ന് കരുതിയിട്ട് അനു എല്ലാം സഹിക്കാനായിരിക്കും സാധ്യത. ഒരു കണക്കിന് അനുശ്രീ ഇപ്പം ചെയ്തത് ഒരു നല്ല കാര്യം തന്നെ. പക്ഷേ അലോകിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അവിടെയും പോണത്. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ആർത്തി പിടിച്ച ഫാമിലിയിൽ നിന്നും അനുമോള് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം നമ്മുടെ ബാലച്ചനും നമ്മുടെ ദേവിയൊക്കെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിൽക്കുമ്പോൾ നമ്മുടെ ദേവി ബാലച്ചൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെന്നിട്ട് പറയും, ബാലച്ച എനിക്കൊരു കാര്യം പറയണം. എന്താ മോളെ നീ പറഞ്ഞോ? അതെ, ബാലച്ചൻ എനിക്ക് മേടിച്ച് തന്നിട്ടുള്ള കുറച്ച് സ്വർണ്ണമില്ലേ, അന്ന് മേടിച്ച് തന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണ്ണോളം ഇത് വരും മോളെ എന്ന് പറഞ്ഞു. ആ സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഈ നമ്മുടെ അനുമോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ സ്വർണ്ണം കൊണ്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അത്രയെങ്കിലും ആവുമല്ലോ. ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടിയല്ലോ, 10 എന്നുള്ളതൊരു 10-15 രൂപയ്ക്ക് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ കിട്ടിയില്ലേ ബാലച്ച. അപ്പം ബാക്കി പൈസ ഒരു കൂട്ടുന്നതിൻ്റെ ഇടയിൽ അത്രയും ആയല്ലോ, നമുക്ക് അങ്ങനെ കൂട്ടാം. അപ്പോഴേക്കും ബാലച്ചൻ പറഞ്ഞു, അതെ മോൾ ഈ കാണിച്ച മനസ്സുണ്ടല്ലോ, തരാമെന്ന് പറഞ്ഞ മനസ്സ്, അത് തന്നെ ബാലച്ചന് ഒരുപാട് സന്തോഷമായി. മോൾ ഈ പറഞ്ഞത് മറ്റാരുടെ അടുത്തും പറയാൻ നിൽക്കണ്ട. ഇല്ല ബാലച്ചൻ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മോളെ സ്വർണ്ണം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയാം. അതല്ല ബാലച്ചൻ,
നമ്മുടെ സ്വർഗം ബാലച്ചൻ അത്രത്തോളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ദേവമംഗലം. അത് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഇല്ല മോളെ, വീട് നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെയാണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ബാലച്ചൻ പറഞ്ഞു, പൈസ തികയാണ്ട് വരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മോളെടുത്ത് ആ സ്വർണ്ണം ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, എൻ്റെ അനുമോക്ക് വേണ്ടിയിട്ട് ബാലച്ചൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് കാര്യവും ഞാൻ ചെയ്യും ബാലിച്ചാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും ബാലന് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം മോൾക്ക് പോലും ഇത്ര ഒരു ആത്മാർത്ഥത ഒരു അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന ആ ഒരു ഇതുപോലും അനുവിനില്ല. പക്ഷെ ദേവിയാണെങ്കിലോ എന്ത് സ്നേഹത്തോടെ ബാലൻ്റെ അടുത്തൊക്കെ അത്രയും രീതിയിലൊക്കെ പെരുമാറുന്നത്. ബാലനത് ഭയങ്കര ഒരു സന്തോഷം തന്നെ തോന്നി കേട്ടോ. ഇതേ സമയം നമ്മുടെ ആകാശും ആര്യനൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്, എന്താ ചെയ്യണം. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, ഞാൻ ഓട്ടം അല്ല ഈ പലിശക്കാരില്ലേ അവരിൽ നിന്ന് കുറച്ച് പൈസ എടുത്തല്ലോ. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, അതൊക്കെ വലിയ പുലിവാലാവും ആകാശേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ കത്തി പലിശ ഇരിക്കും, നമ്മളെ കൊണ്ട് അടയ്ക്കാനോ ഒന്നും പറ്റാണ്ട് വന്നാൽ അത് അതിൽ നിന്നും വലിയ കെണിയാവും. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എനിക്ക് ആകാശേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചെവിയിൽ നിൽക്കണത് കാര്യം വേറൊന്നുമല്ല. ഇനിയിപ്പോൾ അവർക്ക് എങ്ങാനും പൈസ കൊടുക്കാൻ അച്ഛന് പറ്റാണ്ട് വന്നാൽ അച്ഛൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ ആകാശേട്ടാ എന്നൊക്കെ ഇങ്ങനെ ആര്യം ചോദിക്കുന്നുണ്ട്. നമ്മളെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വെക്കണോടാ. അച്ഛൻ ഒരാളുടെ മുന്നിലും തോറ്റു കൊടുക്കില്ല. അച്ഛൻ്റെ അഭിമാനം അച്ഛൻ ഒരിക്കലും ഒരാളുടെ മുന്നിലും കാൽക്കീഴി വെക്കില്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടി എത്രത്തോളം രൂപ സമ്പാദിക്കാൻ പറ്റുമോ അത് ആക്കി നമുക്ക് പെട്ടെന്ന് തന്നെ അച്ഛനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്തായാലും മീനാക്ഷി ലോണിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ നോക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഏകദേശം എല്ലാവരും ധർമ്മൻ ഉൾപ്പെടെ എല്ലാവരും ഇരുന്ന സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് സുകന്യയുടെ സ്വർണം മേടിക്കുന്നത്. പക്ഷേ മിത്രയും മീനാക്ഷിയൊക്കെ പറഞ്ഞു അത് വേണ്ട, സുകന്യയുടെ തീരെ സ്വർണം ചോദിക്കേണ്ടെന്ന് പറഞ്ഞു. ഇല്ല അവൾ തരും, അനുമോക്കെന്ന് പറഞ്ഞ് തരും, അതുകൊണ്ടല്ല മാമ ചോദിക്കേണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ധർമ്മൻ അത് ചോദിക്കില്ല കേട്ടോ. അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏകദേശം ഏത് രീതിയിലാണ് എങ്ങനെയൊക്കെയെന്നുള്ളത്. എന്തായാലും ബാലൻ നമ്മുടെ ജീവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ പൈസ സ്വരുക്കൂട്ടി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എടുത്തിരുന്നാലും മിത്രയും മീനാക്ഷിയും കൂടെ ചേർന്ന് ഈ ജീവൻ്റെയും കുടുംബത്തിൻ്റെ എല്ലാ കള്ളത്തരവും വെളിയിലെടുക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു സാധാ ഫാമിലി സാധാ മനുഷ്യനെ പോലെ ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് 1 കോടി രൂപ. നമ്മുടെ പാണ്ഡ്യൻ 2 തമിഴ് സീരിയൽ കാണിക്കുന്നത് ചെറിയൊരു എമൗണ്ടാണ് കേട്ടോ, 10 ലക്ഷം രൂപയാണ്. പക്ഷേ നമ്മളെ മലയാളം എപ്പിസോഡിൽ അത് 1 കോടിയായിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് ആ 10 ലക്ഷം രൂപ തമിഴിൽ കൊടുക്കുന്നത് നമ്മുടെ മീനാക്ഷിയാണ് ബാലിന് ആ പൈസയൊക്കെ കൊടുത്ത് ഡീൽ ചെയ്ത് സെറ്റിൽ ചെയ്യണത്. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയ രൂപയാണ്. പക്ഷേ ഈ പൈസ കൊടുപ്പിക്കില്ല ജീവൻ്റെ ഫാമിലിക്ക്. കാരണം ജീവൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ മിത്രയും മീനാക്ഷിയൊക്കെ ചേർന്നിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2 ഇനി എന്തൊക്കെയായി തീരും എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ അച്യുതൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് അലോക് ഒരു പുതിയ നമ്പറുമായിട്ട് വരുന്നുണ്ട്. അതായത് ഇന്ന് രാത്രി ഒരു ദിവസം രാത്രി കൊണ്ട് നമ്മുടെ അനുവിനെ അവിടെ നിന്ന് പുറത്ത് ചടിക്കാനുള്ള ഒരു വലിയൊരു നമ്പറുമായിട്ട് നമ്മുടെ അലോക് പ്ലാനും പദ്ധതിയൊക്കെ ഒരുക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, അച്യുതൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പദ്ധതിയാണ് ആസൂത്രണം ചെയ്യണം? എന്ത് പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നാലും അത് വന്ന് വീഴണത് നിൻ്റെ തലയിലായിരിക്കാം, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അച്യുതൻ പറയാം. അപ്പം നമ്മുടെ അലോക് പറയുന്നുണ്ട്, അച്ഛൻ കണ്ടോ ഈ അലോക് ആരാണെന്ന് അച്ഛൻ അന്നേരം പറയും, നടന്നു കിട്ടിയാൽ നടന്നു എന്ന് പറയാം എന്നിങ്ങനെ അച്യുതനും പറയുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ അലോക് പ്ലാൻ ചെയ്യുന്ന പദ്ധതി എന്തെന്ന് വെച്ചാൽ രാത്രി അനുമോളെ കയറി പിടിക്കുക, അവളെ അങ്ങനെ ആ രീതിയിലൊക്കെ ഒന്ന് ശല്യപ്പെടുത്തി അങ്ങനെ പേടിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് അലോക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്തായി തീരും എങ്ങനെയായി തീരും എന്നുള്ളതൊക്കെ നമുക്ക് പുതിയ വിശേഷത്തിലൂടെ കേൾക്കാം കേട്ടോ. സാന്ത്വനം 2ൻ്റെ ഈ ഒരു പ്രൊമോ എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാനും പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.